5 മിനിറ്റ് പടം വേറൊരു ലെവലിലേക്ക് പോയിട്ടുണ്ട്. കുറ്റം പറയാനായിട്ടൊന്നുമില്ല, നല്ല അടിപൊളി സ്റ്റോറിയാണ്. പടം നൈസ് പടമാണ്. അതായത് ഏറ്റവും എടുത്ത് പറയേണ്ട സാധനം ഇതിലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസും സിനിമാറ്റോഗ്രാഫിയാണ്. രണ്ടും വേറെ ലെവലാണ്. ഇതിനകത്ത് ഒരു 8-10 ആർട്ടിസ്റ്റുകൾ ത്രൂ ഔട്ട് ഉണ്ട്. അതായത് മിക്ക സീനുകളിലും ഉണ്ട്. അവർക്കെല്ലാം പെർഫോം ചെയ്യേണ്ട സ്പേസും കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് പെർഫോമും ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി നൈസാണ്. അതായത് പടം തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കടലിലാണ്. അതായത് കടലിനകത്ത് ഈ മീനിനെ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെ ലൈഫിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും കാര്യമൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്ന പടത്തിൽ. നൈസ് പടമാണ്, നമുക്ക് എന്തായാലും കണ്ടിരിക്കാൻ ഒരു പടമാണ്. ലാസ്റ്റ് ഒരു 40-45 മിനിറ്റ് പടം വേറൊരു ലെവലിലേക്ക് പോയിട്ടുണ്ട്. ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നൈസ് പടമാണ്, നന്നായിട്ടുണ്ട്. കൊണ്ടല്ലേ നല്ല നല്ല പടമാണ്. കാര്യം രാജീവ് ഷെട്ടിനെ ഇന്റർവെൽ സമയത്താണ് എടുത്ത് കാണിക്കുന്നത്. നല്ല മേക്കിംഗ് ആണ്, ഡയറക്ഷൻ സൂപ്പറാണ്, മൊത്തം ബോട്ടിലാണ് കംപ്ലീറ്റ്. പടം ഇപ്പം സെറ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. കാര്യം ഒരേ ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കുറ്റം പറയാനായിട്ടൊന്നുമില്ല, നല്ല അടിപൊളി സ്റ്റോറിയാണ്, സൂപ്പറാണ്, അടിപൊളി പടമാണ്. നന്നായിട്ട് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു, സൂപ്പറായിരുന്നു. അഭിനയമൊക്കെ രാജീവ് ഷെട്ടി ഒരു രക്ഷയില്ലാത്ത അഭിനയമായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാം മേക്കിംഗ് എല്ലാം സൂപ്പറാണ്, ഫൈറ്റ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ അതിലുള്ള എല്ലാവരും ഒന്നിനൊന്നിനും മികച്ച അഭിനയമാണ് കൊണ്ടല്ലേ കൊടുത്തേക്കുന്നത്. കടലിലുള്ള സീനൊക്കെ ഭയങ്കര സീനായിട്ട് എടുത്ത് കാണാൻ, തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ വേറെ ലെവല്, അടിപൊളിയായിരുന്നു. വിഷ്വൽസ് തന്നെ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. കടലിൻ്റെ ആണ്, ബോട്ടിലാണ് കംപ്ലീറ്റ്. അതാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബോട്ടിനകത്തുള്ള ഫൈറ്റും കാര്യങ്ങളും എല്ലാം ആണ്. പടം തീരണവരെ അത് തന്നെയാണ്. സൂപ്പറായിരുന്നു, അടിപൊളി പടം. നല്ല 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 ഇതായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു.